ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വെസ്റ്റ് നൈൽ ഫീവർ, റെസിപ്പി ഫോർ എ ലിവബിൾ പ്ലാനറ്റ് അച്ചീവിംഗ് നെറ്റ് സീറോ എമിഷൻസ് ഇൻ ദി അഗ്രി ഫുഡ് സിസ്റ്റം റിപ്പോർട്ട്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ, പ്ലേസസ് ന്യൂസ് ആയിട്ട് റുവാണ്ട. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റ് നൈൽ ഫീവറിനെ കുറിച്ചാണ്. സോ ഈ വെസ്റ്റ് നൈൽ ഫീവറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഈ വെസ്റ്റ് നൈൽ ഫീവർ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 5 പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്ന അസുഖം എന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി ഈ വെസ്റ്റ് നൈൽ വൈറസ് എന്ന് പറയുന്ന വൈറസ് കാരണം വരുന്നൊരു ഫീവറാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷസ് ഡിസീസാണ് വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്നത്. സോ ഇത് സാധാരണഗതിയിൽ ഒരു കൂളക്സ് എന്ന് പറയുന്ന സ്പീഷീസ് ഓഫ് മോസ്കിറ്റോസ് ഉണ്ട്, അല്ലെങ്കിൽ കൊതുകുകളുണ്ട്. ആ കൊതുകുകളിലൂടെയാണ് ഈ അസുഖം പടരുന്നത്. സോ ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ കണക്കുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്യൂളക്സ് എന്ന് പറയുന്ന സ്പീഷീസിൽ പെടുന്ന കൊതുകുകൾ, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോസ് ബൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി കൊതുകുകളിലേക്ക് ഇത് പ്രധാനമായിട്ടും വരുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന വെസ്റ്റ് നൈൽ ഫീവറിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് ജാപ്പനീസ് എൻസെഫലാറ്റിസിന് വരുന്ന സെയിം സിംറ്റംസ് തന്നെയാണ് വെസ്റ്റ് നൈൽ ഫീവറിനുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ഇൻഫെക്ഷസ് ഡിസീസസുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് നൈൽ ഫീവറിൻ്റെ കേസിൽ ഏകദേശം 80% പേഷ്യൻസും സിംറ്റംസ് കാണിക്കാറില്ല, നോർമലി കാണിക്കാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് ഹ്യൂമൻസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നത് ഇതുവരെ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. നിലവിൽ ഇതിന് പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള വാക്സിനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൈലബിൾ അല്ല എന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റെസിപ്പി ഫോർ എ ലിവബിൾ പ്ലാനറ്റ് അച്ചീവിംഗ് നെറ്റ് സീറോ എമിഷൻ ഇൻ ദി അഗ്രി ഫുഡ് സിസ്റ്റം റിപ്പോർട്ടാണ്. സോ വേൾഡ് ബാങ്ക് ഇപ്പോൾ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. സോ ആ റിപ്പോർട്ടിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിലെ അഗ്രി ഫുഡ് സിസ്റ്റം എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ റിപ്പോർട്ടുള്ളത്. അപ്പോൾ ഇത് ആരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക, വേൾഡ് ബാങ്ക് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഓരോ വർഷവും ഏകദേശം നമ്മുടെ ലോകത്തിലെ അഗ്രി ഫുഡ് സിസ്റ്റം ഏകദേശം 16 ജിഗാടണോളം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ടോട്ടൽ എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 1/3 വരുന്നത് ഇതാണെന്നാണ്, അല്ലെങ്കിൽ ഈ അഗ്രി ഫുഡ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പോപ്പുലേഷൻ കൂടുകയാണ്, ഫുഡിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എമിഷനും ഓവർ എ പീരീഡ് ഓഫ് ടൈം കൂടാനാണ് സാധ്യത എന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഈ അഗ്രി ഫുഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ എമിഷനിലെ 60% വരുന്നത് ഫാം ഗേറ്റുകളിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ എൻഡറിക് ഫെർമെൻറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അത് പ്രൈമറിലി ഈ ലിവ് സ്റ്റോക്ക് സെക്ടറിനകത്തുള്ള ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ഇതിനുള്ളൊരു കാരണമായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അതേസമയം നമ്മുടെ ഇന്ത്യയിലെ റൈസ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എമിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകത്തിൽ ഈ പറയുന്ന അഗ്രോ സെക്ടറിൽ നിന്നുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാർ ഈ ബൊവൈനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പശുക്കളും അങ്ങനെയുള്ള സാധനങ്ങളുമാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ റൈസ് കൾട്ടിവേഷനാണ്. അപ്പോൾ ഈ റൈസ് കൾട്ടിവേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ റൈസ് പ്രൊഡക്ഷൻ സെക്ടറിൽ നിന്നുള്ള എമിഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആണെന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഏകദേശം 1 kg റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആ 1 kg റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എമിറ്റ് ചെയ്യുന്നത് ലെസ് ദാൻ 1 kilogram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ 3 അഗ്രി ഫുഡ് സിസ്റ്റം എമിറ്റേഴ്സായിട്ട് ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ചൈന, ബ്രസീൽ, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങളാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ 3 രാജ്യങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ 3 രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പെടുന്നതാണ്. ഈ ബ്രസീൽ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒന്നും അല്ലെങ്കിലും ബ്രസീലും 1 of the ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും കേസിൽ അതൊരു കാരണമായിട്ട് പറയാം. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും കേസിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള 2 രാജ്യങ്ങളാണ്. നിയർലി 140 കോടി ജനങ്ങൾ വീതം 2 രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലേഷനെ ഫീഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള എമിഷൻ കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അതേസമയം ഈ സെക്ടറിലൊക്കെ ഉള്ള പെർ ക്യാപിറ്റ എമിഷൻ നോക്കുകയാണെങ്കിൽ അത് ഡെവലപ്ഡ് കൺട്രീസിൽ തന്നെയാണ് കൂടുതലെന്നും മനസ്സിലാക്കുക.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ IAEA കുറിച്ചാണ്. സോ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ IAEA ഹെഡായിട്ടുള്ള ഒരു റഫേൽ ഗ്രോസി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറാൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു NPT സിഗ്നേറ്ററി ആയിട്ടുള്ള രാജ്യമാണെങ്കിലും ഇപ്പോൾ ഇറാനുമായിട്ട് അത്ര നല്ല രീതിയിൽ ബന്ധം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇല്ലാത്ത ബന്ധമുള്ള രാജ്യങ്ങൾ, എസ്പെഷ്യലി വെസ്റ്റേൺ പവേഴ്സ്, എസ്പെഷ്യലി US അതുപോലെ തന്നെ ഇസ്രായേലൊക്കെ ആരോപിക്കുന്നത് ഇറാന് ഒരു ക്ലാൻഡസ്റ്റൈൻ ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇറാൻ റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 1990s തൊട്ടേ ഇത്തരത്തിലൊരു ആരോപണം നിലവിലുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ അവരൊരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യില്ല എന്നാണ്, പീസ്ഫുൾ പേർപ്പസിനാണ് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടിലും ഒരു ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ US അതുപോലെ തന്നെ ഇസ്രായേലും പോലുള്ള രാജ്യങ്ങളൊക്കെ അവർക്കുള്ള നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ അലിവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2015 US അതുപോലെ തന്നെ മറ്റുള്ള ലോകത്തിലുള്ള നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിലുള്ള മറ്റുള്ള മെമ്പേഴ്സും പ്ലസ് യൂറോപ്യൻ യൂണിയനും ജർമ്മനിയും കൂടി ചേർന്നുകൊണ്ട് ഇറാനുമായിട്ട് JCPOA എന്ന് പറയുന്ന ഒരു കരാർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. ഇതിൽ നിന്ന് പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് US വിഡ്രോ ചെയ്യുകയും ഈ ഒരു ഡീലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇറാനിന് നടത്താൻ പറ്റുന്ന മാക്സിമം യുറേനിയം എൻറിച്ച്മെൻറ്റ് ഒരു 3% അടുത്ത്, അല്ലെങ്കിൽ അറൗണ്ട് 3% അവർ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ എൻറിച്ച്ഡ് ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ എന്ന് പറയുന്നത് ഒരു 300 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല എന്നുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ JCPOA പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഇറാൻ്റെ മുകളിൽ യുണൈറ്റഡ് നേഷൻസും അതുപോലെ തന്നെ US ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാങ്ഷൻസ്, അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന സാങ്ഷൻസ് വിഡ്രോ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ US പിന്നീട് JCPOA നിന്ന് പിന്മാറി ഇറാനെതിരായിട്ടുള്ള സാങ്ഷൻസ് റീഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇറാന് ഈ JCPOA സഹകരിക്കുന്നത് കുറച്ചിട്ടുണ്ട്. അതായത് അവർ ഗ്രാജുവലി ഈ JCPOA എന്ന് പറയുന്ന എഗ്രിമെൻറ്റിനകത്ത് അവരുടെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് അവർ ഗ്രാജുവലി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. അപ്പോൾ അവർ ആ റെസ്ട്രിക്ഷൻസ് മറികടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 60% ഒക്കെയാണ് ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് 60% അവർ യുറേനിയം എൻറിച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ യുറേനിയം സ്റ്റോക്ക് പൈൽ ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഡീൽ ഉണ്ടായിരുന്ന സമയത്ത് അത് 300 കിലോഗ്രാം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 8000 കിലോഗ്രാമിൽ കൂടുതലാണ്. അതുപോലെ തന്നെ IAEA ഇൻസ്പെക്ടേഴ്സിന്, ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടേഴ്സിന് ഇറാൻ്റെ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസും വിസിറ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് ഇവർ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഇവരുടെ ചില ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ഇസ്രായേലിൻ്റെ മൊസാദൊക്കെ ചില ആക്രമണങ്ങൾ അല്ലെങ്കിൽ സബോട്ടാജുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ IAEA ഇൻസ്പെക്ടേഴ്സിന് യൂസ് ചെയ്തിട്ടാണ് ഈ എക്സ്പ്ലോസീവ്സ് ഒക്കെ ഇവർ കടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളൊരു ആരോപണം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഈ IAEA ഇൻസ്പെക്ടേഴ്സിനെ ഇവർ റെസ്ട്രിക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴും ഈ പറയുന്ന IAEAക്ക് ഇറാൻ്റെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റിന് മുകളിൽ കൃത്യമായിട്ടുള്ള ഒരു സർവൈലൻസ് വെച്ച് പുലർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഈ IAEAയുടെ ചീഫ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് 1957 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ടെക്നോളജി മിലിറ്ററി പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് IAEAയുടെ ഒരു പർപ്പസായിട്ട് പറയുന്നത്. അപ്പോൾ ഈ IAEA എന്ന് പറയുന്നത് നിലവിൽ യുണൈറ്റഡ് നേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലിലൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു UN ഭാഗമായിട്ടുള്ള ഏജൻസി അല്ല എന്ന് മനസ്സിലാക്കുക. ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സെപ്പറേറ്റ് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് IAEA നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിയന്നയിലെ ഓസ്ട്രിയ ആണ്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് NPTയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയുടെ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്ന എഗ്രിമെൻറ്റിൻ്റെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ബേസിക്കലി ഇവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ മെമ്പർ സ്റ്റേറ്റ്സുമായിട്ടൊക്കെ സഹകരിച്ചിട്ടാണ് IAEA പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു 2000 മുമ്പ് വരെ ഇന്ത്യയിലുള്ള അറ്റോമിക് ഫെസിലിറ്റീസ് ഒന്നും തന്നെ IAEA ഗൈഡ് ലൈൻസിൻ്റെ കീഴിലായിരുന്നില്ല. പക്ഷേ 2005-6 ആ സമയത്ത് മൻമോഹൻ സിംഗും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ
ഇന്ത്യ US സിവിൽ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ സിവിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് IAEA ഓവർസൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 2005 ഇവർക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ IAEAക്കാണ് നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, UN-ൻ്റെ ഭാഗമല്ല. പക്ഷേ ഇവർ സാധാരണഗതിയിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലിനും ആനുവൽ റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് IAEAയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ ആണ്. സോ ഈ കറക്റ്റീവ് ആക്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്ക് ആയിട്ടുള്ള കോട്ടക് മഹീന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ KMB എന്ന് പറയുന്ന ബാങ്കിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ കറക്റ്റീവ് ആക്ഷൻ പ്ലാന് RBI ഇമ്പോസ് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന സെയിം സംഗതി തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് മനസ്സിലാക്കുക. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് RBI ഇമ്പോസ് ചെയ്യുന്ന, ഇന്ത്യയിലെ ബാങ്കുകളുടെ മുകളിൽ RBI ഇമ്പോസ് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് ഫ്രെയിം വർക്ക് ആണെന്ന് മനസ്സിലാക്കുക. സോ സാധാരണഗതിയിൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വീക്കായിട്ട് മാറുന്ന സമയത്ത് അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് സെക്ടറിനൊക്കെ ബാധിക്കും എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ്റെ കീഴിൽ ആ ബാങ്കിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ മുകളിൽ ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് RBI 2002 ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ഒരു മാർക്കറ്റ് ഡിസിപ്ലിൻ, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമതായിട്ട് ഈ ഫിനാൻഷ്യൽ ഹെൽത്ത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ലെൻഡിങ് ഈ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വളരെ റിസ്ക് ആയിട്ടുള്ള ലെൻഡിങ് കൊടുക്കുന്നത് കേർബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സോ ബേസിക്കലി ഇത് ഇമ്പോസ് ചെയ്യാറുള്ളത് ഒരു ബാങ്ക് വളരെ റിസ്കി ആയിട്ടുള്ള ലെൻഡിങ് വളരെയധികം കൂട്ടുന്ന സമയത്ത്, ലോൺസ് കൂടുതലായിട്ട് കൊടുക്കുന്ന സമയത്ത് NPA കൂടാൻ സാധ്യതയുണ്ട്. അത് ആ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിനെ ബാധിക്കും, നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ ബാധിക്കാനായിട്ടൊരു സാധ്യത ഉണ്ട് ഓവറോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ബാങ്കുകൾക്കും, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ബാധകമാണ്. അത് ഓരോ ബാങ്കിൻ്റെ മുകളിലും ഇമ്പോസ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോറിൻ ബാങ്കുകൾക്ക് അവർക്കും ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ബാധകമാണെന്ന് മനസ്സിലാക്കുക. ഇനി നേരത്തെ ഇന്ത്യയിൽ ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് മാത്രമാണ് ബാധകമായിരുന്നതെങ്കിൽ 2022 തൊട്ട് ഇത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനും ബാധകമാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആയിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില കമ്പനീസ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഇപ്പോൾ IL&FS, അതുപോലെ തന്നെ DHFL, SREI ഗ്രൂപ്പ്, അതുപോലെ തന്നെ റിലയൻസ് ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള NBFCs വലിയ രീതിയിലുള്ള ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ട്രബിൾസ് ഫേസ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് NBFCസിനും കൂടി ഇത് അപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ NBFCസിനും ഇത് ബാധകമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ്റെ കീഴിൽ ഒരു ബാങ്കിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ലെൻഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് റുവാണ്ടയാണ്. സോ റുവാണ്ട എന്ന് പറയുന്നത് ഈ ആഫ്രിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഉണ്ട് സെൻട്രൽ ആഫ്രിക്കയിലുള്ള. സോ സെൻട്രൽ ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ റുവാണ്ടൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് ആഫ്രിക്കയുടെ ഒരു ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്സ് റീജിയനും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കയും കൺവേർജ് ചെയ്യുന്നത്. സോ ഈ റുവാണ്ട അറിയപ്പെടുന്നത് ദ ലാൻഡ് ഓഫ് 1000 ഹിൽസ് എന്നാണ്. കാരണം വലിയ രീതിയിൽ മലമ്പ്രദേശങ്ങളുള്ളതുകൊണ്ടും കൂടിയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. സോ ഇവരുടെ അതിർത്തി രാജ്യങ്ങൾ, ഞാൻ പറഞ്ഞത് ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. അപ്പോൾ അതിർത്തി രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉഗാണ്ട, അതുപോലെ തന്നെ ടാൻസാനിയ, ബെറുണ്ടി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അല്ലെങ്കിൽ DRC എന്നീ രാജ്യങ്ങളുമായിട്ടാണ് റുവാണ്ടയ്ക്ക് അതിർത്തി ഉള്ളത്. ഇനി ഇവരുടെ ഏറ്റവും വലിയ സിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നതും കിഗാലിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.